രക്ഷാപ്രവർത്തനം എന്താണെങ്കിലും ഇന്നത്തെ പൂർണ്ണമായും നിലച്ചിട്ടുണ്ട്, നിർത്തിവച്ചിട്ടുണ്ട്. ഈ പ്രതികൂല കാലാവസ്ഥ, ഇരുട്ടാണ്. ഈ രക്ഷാപ്രവർത്തനം ഇനി മുന്നോട്ട് പോകുന്നത് ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ നിർത്തിവച്ചിട്ടുണ്ട്. നാളെയാവും രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുക. ബെൻസൺ നമുക്കൊപ്പം തുടരുന്നുണ്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന്. ബെൻസൺ, ഈ വീടുകളെന്ന് പറയാൻ പറ്റില്ല, ഈ വീടുകളിരുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ പാറക്കല്ലും ചെളിയുമാണ്. ഈ കണ്ടെത്താൻ ഇനി എത്ര പേർ എന്ന ചോദ്യം ബാക്കിയാണ്. ആ കണ്ടെത്താനുള്ളവരിൽ തങ്ങളുടെ ഉറ്റവരും ഉടയവരും ഉണ്ടാകണേ എന്ന പ്രാർത്ഥനയോടെ കഴിയുന്നവരാണ് ആ ക്യാമ്പിലുള്ള എല്ലാവരും, അല്ലേ? വെച്ചിട്ടുള്ള ഫ്രീസറിന്റെ സ്വിച്ച് വർക്ക് ചെയ്യുന്നില്ല. അത് സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ആളുകൾ ഇപ്പോഴും ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്നത് തന്നെയാണ് സത്യം. ഈ ക്യാമ്പിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്യാമ്പിലെ ആളുകളുടെ എണ്ണം, അതായത് ഇപ്പോൾ നമ്മളുള്ള ഈ മേപ്പാടിയിലെ ഈ ഗവൺമെൻറ് സ്കൂളിൽ താമസിപ്പിക്കാൻ കഴിയുന്ന ആളുകളുടെ എണ്ണം പരിധിയിലധികം ആയതുകൊണ്ടാണ് ഇപ്പോൾ മുട്ടിലേക്കൊക്കെ അവിടെ താൽക്കാലികമായി സജ്ജീകരിച്ചിട്ടുള്ള ക്യാമ്പുകളിലേക്ക് ഇപ്പോൾ ആളുകളെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിരവധി ആളുകളുണ്ട്, പക്ഷേ ഇവർ ക്യാമ്പിൽ ഉള്ള ആളുകളല്ല. പക്ഷേ അവർ ഇപ്പോൾ ഈ ഇവിടെ സമീപത്തുള്ള ആശുപത്രി, അവിടേക്കാണ് ഈ നിലമ്പൂരിലടക്കമുള്ള ആളുകളെ, അവിടെ നിന്ന് കണ്ടെത്തിയ മൃതദേഹം അടക്കമുള്ളവ ഈ പ്രദേശത്തേക്കാണ് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അത് തിരിച്ചറിയാൻ എത്തിയ ആളുകൾ ഇപ്പോൾ ഇവിടെയുണ്ട്. ചേട്ടൻ എവിടെ നിന്നാണ് ഇപ്പോൾ ഇവിടേക്ക്? ഞാനിവിടെ അടുത്ത് തന്നെയായിരുന്നു താമസം. പക്ഷേ ഞാനിപ്പോൾ താമസം കോഴിക്കോട് ജില്ലയിലാണ്. പക്ഷേ എൻ്റെ കസിനെ ഇങ്ങോട്ടേക്കാണ് കല്യാണം കഴിച്ച് വിട്ടുള്ളത്. എവിടെയായിരുന്നു അത്? മുണ്ടക്കായി എന്ന് പറയാം. അവിടെ കല്യാണം കഴിച്ച് വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുണ്ട്, അവരുടെ ഫാമിലി ഉണ്ട്. 11 പേരാണ് അവർ ഫാമിലിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലിപ്പോൾ നമുക്കിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞുള്ളത് ഇപ്പോൾ ഇന്നലെ അവരുടെ വാപ്പാനും ഉമ്മാനും ഇന്നലെ കിട്ടി നമുക്ക്. അപ്പോൾ ഇന്നലെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ മറവ് ചെയ്തു. അവിടെ വെച്ച് മുണ്ടക്കൈയിൽ നിന്ന് തന്നെയാണ് അവരുടെ മൃതദേഹം ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അവിടെ തന്നെയാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇന്ന് ഒരു കുഞ്ഞിനെയും കിട്ടിയിട്ടുണ്ട്. 11 പേരും ഒരു വീട്ടിലായിരുന്നു താമസം. തീർച്ചയായിട്ടും ഒരു വീട്ടിൽ തന്നെയായിരുന്നു താമസം. അത് കസിൻ്റെ ഭർത്താവ്, കസിൻ്റെ 3 കൊച്ചുങ്ങൾ, കസിൻ്റെ അനിയൻ്റെ ഭാര്യ, 3 കൊച്ചുങ്ങൾ, പിന്നെ കസിൻ്റെ വാപ്പ ഉമ്മ, അങ്ങനെ അടങ്ങുന്നൊരു വലിയ കുടുംബമാണ്. അതിൽ ആരെങ്കിലും നമുക്ക് ജീവനോടെ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല, ആ കുടുംബത്തിൽ ഒരാൾ ഗൾഫിലുണ്ടായിരുന്നു. ആ ആൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും പോയി എന്ന് നമുക്ക് പറയാം. കാരണം നമ്മളെ മുമ്പിൽ ഒന്ന് കാണാത്തത് കൊണ്ട് മാത്രം നമുക്ക് പോയി എന്ന് പറയാവുന്നത്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മൃതദേഹങ്ങളിൽ അവരാരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട പല ആളുകളുണ്ട്. ഞങ്ങളൊക്കെ ഓരോ ദിശയിലായിട്ട് ഞങ്ങളിപ്പോൾ ഇന്നലെ രാവിലെ തൊട്ട് ഇതിൻ്റെ പുറയിലാണ്. ഇന്നലെ രാത്രി 11 മണി വരെ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ അന്വേഷിച്ച് ഈ ബോഡീൻ്റെ അവസ്ഥയും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ട്രാൻസാക്ഷൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അന്വേഷിച്ചായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇവിടുത്തെ മെഡിക്കൽ ബോർഡിൽ നിന്ന് കിട്ടിയൊരു അറിയിപ്പെന്ന് വെച്ചാൽ ഇവരത് ചോദിച്ചപ്പോൾ അത് അവരാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് പറഞ്ഞത് ഫസ്റ്റ്. പിന്നെ അവരടുത്ത് നമ്മൾ രണ്ടാമത് അവരാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇവിടുന്ന് അവിടുത്തെ മെഡിക്കൽ ബോർഡിൻ്റെ നമ്പർ വാങ്ങിച്ച് അവരെ കോൺടാക്ട് ചെയ്ത്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ അവിടെ നിന്ന് വന്ന ബോഡിയല്ലേ, അത് നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടതെന്ന്. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉത്തരവാദിത്തമില്ലാത്ത രൂപത്തിലുള്ള പെരുമാറ്റമായിരുന്നു. അപ്പോൾ മാമനും മറ്റുള്ളവരെ കൂടി ബന്ധപ്പെട്ട് ചില ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ MLA ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ കാലത്ത് നാളെ 10 മണിയാകുമ്പോഴേക്ക് ബോഡി എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ചിന്തിക്കണം, ഇന്നലെ 12 മണിക്ക് ഫ്രീസ് ചെയ്ത് വെച്ച ബോഡിയാണ് അവിടെ. കാരണം ഇവിടുന്ന് ഒരു മെഡിക്കൽ വളണ്ടിയർ അവിടെ പോയിട്ട് കണ്ടിട്ട് പറഞ്ഞത് രാത്രി 10 മണിയായപ്പോഴേക്കും എല്ലാ ബോഡിയും ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഈ ആംബുലൻസ് അവിടെ റെഡിയാണ്, വരാൻ എല്ലാ കാര്യങ്ങളും റെഡിയാണ്. പിന്നെ എന്തുകൊണ്ടും ഇങ്ങോട്ട് എത്തില്ല. അവിടുന്ന് മാക്സിമം പോയാൽ 1.5 മണിക്കൂർ ദൂരമാണ്. നിലമ്പൂരിൽ നിന്ന് ലഭിച്ചതിൻ്റെ അകത്ത് ചേട്ടൻ്റെ കുടുംബത്തിലുള്ള ആരുടെയെങ്കിലും മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അതായത് അവരവിടുന്ന് 2-3 ഫോട്ടോസ് ഇട്ട് തന്നായിരുന്നു. അതായത് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയും എന്ന് തോന്നുന്ന രൂപത്തിലുള്ള ചെറിയ കൊച്ചുങ്ങളെ ഫോട്ടോസൊക്കെ ഇട്ട് തന്നിരുന്നു. അപ്പോൾ അതിൽ നമ്മൾക്കൊരു സംശയമുള്ളത്, നമ്മുടെ കസിൻ്റെ ചെറിയ കുഞ്ഞുമായിട്ട് താരതമ്യം തോന്നുന്ന ഒരു ഫോട്ടോസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ അതാണോ എന്ന് നമുക്ക് അറിയണം. അപ്പോൾ ആ കുഞ്ഞിനെ നമുക്ക് അവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരും കൂടിയും ആ കൂട്ടത്തിലുണ്ടാവും എന്നുള്ളൊരു പ്രത്യാശ നമുക്ക്, ഹോപ്പാണല്ലോ എല്ലാത്തിനും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ആ ഒരു ഹോപ്പ് കാരണം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രതീക്ഷ, തൻ്റെ കുടുംബത്തിലെ 11 പേരെ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോടാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴും ആ പ്രതീക്ഷ, അവരെ അവസാനമായി ഒരു നോക്കെങ്കിലും കാണാൻ പറ്റണമേ എന്നുള്ളതാണ്. അവർ ജീവിച്ചിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹത്തിനില്ല. അങ്ങനെ മരവിച്ചു പോയിരിക്കുകയാണ് അവിടുത്തെ എല്ലാവരുടെയും ഒരു മാനസിക അവസ്ഥ എന്ന് പറയുന്നത്, അല്ലേ?
അതെ, സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ആ ഒരു പ്രതീക്ഷയിലാണുള്ളത്. ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള മൃതദേഹങ്ങളിൽ ഏതെങ്കിലും ഒന്ന്, ഒരു കുട്ടിയുടെ മൃതദേഹം, അതിൻ്റെ ഫോട്ടോ അവർക്ക് ലഭിച്ചു. അത് തങ്ങൾക്ക് തൻ്റെ കുടുംബത്തിലെ ആളുകൾ ആ കുട്ടിയുടെ ഫോട്ടോയാണോ എന്നൊരൊറ്റ ഒരു പ്രതീക്ഷയിലാണ് ആ കുടുംബം, അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അങ്ങനെ തനിക്ക് പ്രിയപ്പെട്ട 11 പേരിൽ 2 പേരുടെ മൃതദേഹം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ബാക്കി ഇനിയും ലഭിക്കാനുണ്ട്. അവർക്ക് എന്ത് സംഭവിച്ചു എന്നതിനെപ്പറ്റി ഒരു വ്യക്തതയും ഇതുവരെയും ആ കുടുംബത്തിന് വന്നിട്ടില്ല. അതുപോലെ തന്നെ നിരവധി ആളുകൾ ഇവിടെയുണ്ട്, ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. അതുപോലെ തന്നെ ഈ സൂചിപ്പിച്ചതുപോലെ ഈ പ്രദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് അറിയത്തില്ല എന്ത് ചെയ്യണം, എന്ത് ചോദിക്കണം, ഇവിടെ വന്ന് ആരോട് എന്താണ് ചോദിക്കേണ്ടത് എന്ന് പോലും അറിയത്തില്ല. കാരണം താൻ അന്വേഷിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട ആളുടെ മൃതദേഹമാണോ, അല്ലെങ്കിൽ അദ്ദേഹം പരിക്ക് പറ്റി ആശുപത്രിയിലാണോ എന്ന് ഒരു വ്യക്തത പോലും ഇല്ലാത്ത കുറേ മനുഷ്യരെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം, 11 പേരെ നഷ്ടപ്പെട്ട ഒരാളോട് സംസാരിക്കുകയാണ് നമ്മൾ. എത്ര പേര് എവിടെയാണ് എന്നതിനെ പറ്റിയെല്ലാം നമ്മൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇനി മറ്റൊന്നും പറയാനില്ല. ഒരു പ്രതീക്ഷ എന്നൊരൊറ്റ വാക്കിലാണ് അവർ പ്രതീക്ഷ അർപ്പിച്ച് ഒരു ഇതിൽ കാത്ത് നിൽക്കുകയാണ് അവരിപ്പോഴും. നമുക്ക് ഇവിടെ ഈ ഒരുപാട് ആളുകളുണ്ട്, അവരോട് ചോദിക്കാം. ചേട്ടൻ ഇവിടെ ക്യാമ്പിൽ ഉള്ള ആളാണോ? അത് എവിടെയായിരുന്നു താമസം? അവിടെ മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്ത്. മുണ്ടക്കൈയിലായിരുന്നു താമസം. അവിടെ ഇപ്പോൾ ചേട്ടൻ്റെ വീടിൻ്റെയും അവിടുത്തെ അവസ്ഥ ഇപ്പോൾ എന്താണ്? അവിടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഭാഗമൊന്നുമില്ല. താമസിച്ചുകൊണ്ടിരുന്ന വീടൊക്കെ പൂർണ്ണമായും തന്നെ പോയിട്ടുണ്ട്. ഏകദേശം ആ ഭാഗങ്ങളൊക്കെ പോയി. ചേട്ടൻ്റെ ഫാമിലിനെയൊക്കെ എങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഫാമിലിയൊക്കെ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. പിന്നെ ഒരു ചേട്ടനും ചേച്ചിയും അവരെ മോളും നഷ്ടമായിട്ടുണ്ട്. നമുക്ക് ചേട്ടൻ്റെ ഫാമിലിയിലുള്ളവരാണ്. തന്നെയുള്ള നിലവിലിപ്പോൾ അവിടെ നമുക്ക് ഒന്നും എന്തായിരുന്നു അന്ന് രാത്രി സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നതിനെ പറ്റി എന്തെങ്കിലും വ്യക്തതയുണ്ടോ? ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു ഇത് സംഭവിക്കുമ്പോൾ വീട്ടിൽ? അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ മാനന്തവാടിയായിരുന്നു. പക്ഷെ അവിടെ എൻ്റെ അമ്മയും അച്ഛനും പെങ്ങള്, കുട്ടികൾ, പിന്നെ ഈ ചേട്ടന്മാരെല്ലാവരും അവരൊക്കെ ഉണ്ടായിരുന്നു. ഉരുൾ പൊട്ടി ശരിക്ക് പുഴ ഗതി മാറി ഒഴുകി വരികയാണ് ഉണ്ടായത്. അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഗതി മാറി ഒഴുകിയിട്ട് മറ്റുള്ള ഈ പുഴയുടെ സൈഡിലൂടെ തന്നെയാണ് ഒരുപാട് വീടുകളൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള റോഡുകളും എല്ലാമുള്ള ആ ഭാഗത്തൂടെ മൊത്തം അടിച്ച് പോവുകയാണ് ചെയ്തത്. അപ്പം ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളെ, വീട്ടിലുണ്ടായിരുന്ന ആളുകളെ അവിടെ നിന്ന് രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ മറ്റ് ബന്ധുക്കളെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. നിരവധി ആളുകൾ, ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. അവരെല്ലാവർക്കും പറയാൻ ഇത്തരത്തിൽ നഷ്ടങ്ങളുടെ കഥ മാത്രമാണുള്ളത്. ഒരു രാത്രി ഇരുട്ട് വെളുത്തപ്പോഴാണ് ഇത്തരത്തിൽ ഒരു കുടുംബത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും വലിയ നഷ്ടത്തിലേക്ക് ഈ ആളുകൾക്ക് ചെന്നെത്തേണ്ടി വന്നിട്ടുള്ളത് എന്നതാണ് സത്യം. നിലവിൽ ഇപ്പോൾ ഈ ക്യാമ്പിൽ നിരവധി ആളുകളുണ്ട്. ഇതുപോലെ പരിക്ക് പറ്റിയ നിരവധി ആളുകളുണ്ട്. അവർക്ക് പ്രാഥമിക ചികിത്സ നൽകി അവരെ ഇവിടെ ആക്കിയിട്ടുണ്ട്. അതുപോലെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് ഇനി എന്ത് എന്ന ചിന്തയിൽ കഴിയുന്ന നിരവധി ആളുകളുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു വീട് പണിയുക എന്ന് പറയുമ്പോൾ എത്ര നാളത്തെ കാത്തിരിപ്പ്, എത്ര നാളത്തെ സമ്പാദ്യം, എത്ര നാളത്തെ കാത്തിരിപ്പ്, എത്ര നാളത്തെ അധ്വാനം എന്നിവയെല്ലാം ചേർത്ത് വെച്ചായിരിക്കും ഒരു കുടുംബം ഒരു വീട് പണിയുക. അപ്പോൾ ഒറ്റ രാത്രി വെളുക്കുമ്പോഴേക്കും താൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട് പൂർണ്ണമായും നശിക്കുന്ന അവസ്ഥ, താൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യം പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, തനിക്ക് പ്രിയപ്പെട്ട ആളുകൾ, ചുറ്റുമുണ്ടായിരുന്ന ആളുകൾ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം, താൻ അത്രയും കാലം കളിച്ചു വളർന്ന ഒരു സമൂഹം പാടെ തൂത്ത് തുടച്ച് ഇല്ലാണ്ടാകുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടാകുമ്പോൾ അത് ഈ മനുഷ്യരെ എത്രത്തോളം, അവരുടെ മനസ്സിനെ അത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ടാകുമെന്നും നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇനിയുള്ള ഓരോ രാത്രികളും ഇവർ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ, അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അന്ന് സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ കഴിഞ്ഞ രാത്രി ഉണ്ടായിട്ടുള്ള അതേ ഭീതി, ആ ഭീതി തന്നെയായിരിക്കും ഇനിയുള്ള രാത്രികളിൽ ഇനി മനുഷ്യർക്കുണ്ടാവുക എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഈ അപകടം കേട്ടറിഞ്ഞ് ഇവിടെ എത്തിച്ചേർന്ന് നമുക്ക് ഇത്രത്തോളം നമ്മുടെ മനസ്സിനെ ഇത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നേരിട്ട് കണ്ട് അനുഭവിച്ച ഈ സാധാരണക്കാരായിട്ടുള്ള ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരെ ഇത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ടാകുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെ നിരവധി ആളുകളുണ്ട്. നമുക്ക് അവരോട്, ചേച്ചി ഇവിടെ ക്യാമ്പിലുള്ളതാണോ? ഇവിടെ ഈ ബോഡി കൊണ്ടുവരുന്നത് എവിടെയാ ചേച്ചിയുടെ സ്ഥലം? എവിടെയാണ്? അപ്പം ആരെ അന്വേഷിച്ചു? ഭർത്താവിന്റെ പെങ്ങളെ കുട്ടീനെ മുണ്ടക്കായി കെട്ടിച്ചിരിക്കുന്നു. അവരെ കിട്ടിയിട്ടില്ല. അവരെ കുടുംബം പൂർണ്ണമായും ആരെയും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഒരാളെ കണ്ടിട്ട്, മരുമോനെ കണ്ടിട്ട്, മോളെയും കുട്ടീനും കിട്ടിയിട്ടില്ല. ഇപ്പൊ കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ആ മൃതദേഹം അവിടെ നിന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? മലപ്പുറത്ത് നിന്നും? മലപ്പുറത്ത് നിന്നല്ല, മലമ്പുഴ പോയെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഫോട്ടോ വിട്ട് കൊടുത്തേക്കണ്. അപ്പൊ ഉണ്ട് എന്നാ പറഞ്ഞത്. ഇവിടെ കൊണ്ടുവന്ന് അല്ലേ അറിയുള്ളൂ.
അപ്പോൾ ഈ ഉമ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ അടുത്ത ബന്ധുക്കളെയും ഇതുപോലെ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മലപ്പുറത്ത് നിന്നും കൊണ്ടുവരുന്ന മൃതദേഹങ്ങളിൽ അവർക്ക് പ്രിയപ്പെട്ട ആളുകളുടെ മൃതദേഹം ഉണ്ടോ എന്ന് ദുരിതാശ്വാസ ക്യാമ്പിലല്ലേ, അപ്പോൾ അവിടേക്ക് ഈ മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ തിരിച്ചറിയാനായിട്ട്? നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ദുരിതാശ്വാസ ക്യാമ്പിൻ്റെ തൊട്ട് സമീപത്ത് തന്നെ തൊട്ടപ്പുറത്താണ് ഈ ആശുപത്രി ഉള്ളത്. അവിടേക്കാണ് ഈ മൃതദേഹങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ അവിടെ ഈ തിരിച്ചറിയുന്നതിനായിട്ട് വന്നിട്ടുള്ള ആളുകളെ ഈ ദുരിതാശ്വാസ ക്യാമ്പിന്റെ ഈ ഹോളിൽ ദുരിതാശ്വാസ ക്യാമ്പാണോ ഇത്? അതെ എല്ലാം ഈ ഹെൽത്ത് സെൻ്ററും ഈ ക്യാമ്പും ഈ സ്കൂളും ക്യാമ്പും ഇവയെല്ലാം ഒരു കോമ്പൗണ്ടിനുള്ളിൽ തന്നെ വരുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് നേരത്തെ മുതൽക്കേ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഈ ക്യാമ്പിലുണ്ടായിരുന്ന അന്തേവാസികളെല്ലാം അവരുടെ റൂമുകളിലേക്ക്, അതായത് സ്കൂളിൻ്റെ ക്ലാസ് മുറികളിലേക്ക് മാറ്റിയിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ മൃതദേഹം തിരിച്ചറിയുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ ആളുകളെ ഇവിടേക്ക് നിർത്തിയിട്ടുള്ളത്. കാരണം ഈ മൃതദേഹം എത്തിക്കുമ്പോൾ നമുക്കറിയാം 39ഓളം മൃതദേഹമാണ് മലപ്പുറത്ത് നിന്നും ഇവിടേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അത് തിരിച്ചറിയാനെത്തുന്ന ആളുകളുടെ എണ്ണം അത്രത്തോളം വലുതായിരിക്കും. അപ്പോൾ അവിടെ ഒരു 10 മൃതദേഹങ്ങൾ വെച്ചാണ് ആ രീതിയിലാണ് ഇവിടേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അവിടെ വലിയ ആൾക്കൂട്ടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലെ ഒരു സംവിധാനം ഇവിടേക്കും ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ തിരിച്ചറിയലിനായി എത്തിയിട്ടുള്ള ആളുകൾ ഇവിടെ നമ്മൾ നിൽക്കുന്ന ഈ ക്യാമ്പിൻ്റെ ഹാളിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അവരിവിടെ കാത്തിരിക്കുന്നത് അതുകൊണ്ടാണ്. അങ്ങനെയാണ് നിരവധി ആളുകളെ നമുക്ക് ഇവിടെ നിന്നും ആ രീതിയിൽ കാണാൻ സാധിച്ചത്. അവർക്ക് അവരുടെ ആശങ്കകൾ അവർ നമ്മളോട് ആ രീതിയിൽ അതുകൊണ്ടാണ് പങ്കുവെക്കുന്നത്. നിലവിൽ ഇപ്പോഴും ഈ മലപ്പുറത്തു നിന്നുള്ള മൃതദേഹങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചേരുന്നുണ്ട്. 20ഓളം മൃതദേഹങ്ങളാണ് നിലവിൽ എത്തിയിട്ടുള്ളത്. അത് തിരിച്ചറിയാനായിട്ട് എത്തിയിട്ടുള്ള ആളുകളുണ്ട്. ഇനിയും ഏകദേശം 19 മൃതദേഹങ്ങൾ അവിടെ നിന്നും മലപ്പുറത്ത് നിന്നും ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത് പരിശോധിക്കാനായി ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ നമ്മളൊരു തമിഴ്നാട്ടിൽ നിന്നും എത്തിയ കുറച്ച് ആളുകളുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. അതിൽ ആ ഭാര്യയുടെ സഹോദരിയെ ഇവിടെ ഈ വയനാട്ടിലേക്കായിരുന്നു വിവാഹം കഴിപ്പിച്ചിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുടുംബത്തിലുണ്ടായിരുന്ന 6 പേരും മരിച്ചു. അതിൽ 3 പേരുടെ മൃതദേഹം മാത്രമാണ് ലഭിച്ചത്. ബാക്കി 3 പേരുടെ മൃതദേഹം ലഭിക്കാനുണ്ട്. അതിൽ ചെറിയ കുട്ടികളുടേതടക്കം ലഭിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മൃതദേഹം ഇപ്പോൾ കൊണ്ടുവരുന്ന കൂട്ടത്തിലുണ്ടോ എന്നറിയാൻ വേണ്ടിയായിരുന്നു അവരവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ രീതിയിൽ ഈ കാത്തിരിപ്പിൻ്റെ അല്ലെങ്കിൽ ഹോപ്പ്, നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ ഒരു പ്രതീക്ഷ പേറി ജീവിക്കുന്ന കുറേ മനുഷ്യർ, പ്രതീക്ഷ കൊണ്ട് വരും മണിക്കൂറുകളിൽ തങ്ങൾക്ക് ശുഭകരമായ എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിക്കുമെന്ന പ്രതീക്ഷയിൽ ജീവിക്കുന്ന നിരവധി ആളുകളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴും അവർ കാത്തിരിക്കുകയാണ്. തങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാളെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ തങ്ങൾ ഇനിയുള്ള ജീവിതകാലത്തിൽ അതെങ്കിലും ആ ഒരാളെങ്കിലും തങ്ങൾക്ക് കൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന നിരവധി ആളുകളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ ഈ ക്യാമ്പിൻ്റെ പ്രവർത്തനവും അത്രത്തോളം ഇവിടെ എത്തിച്ചിട്ടുള്ള ഈ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും, മാനസികവും ശാരീരികവുമായിട്ടുള്ള സാധ്യമായ എല്ലാ സഹായങ്ങളും ലഭ്യമാക്കുന്ന തരത്തിലാണ് ഈ ക്യാമ്പിന്റെ പ്രവർത്തനവും ഏകോപിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇതിന്റെ മറ്റൊരു വശം എന്ന് വെച്ചാൽ ഈ ആളുകളെ, അതായത് സർവ്വതും നഷ്ടപ്പെട്ട നിസ്സഹായരായിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് ഈ ക്യാമ്പിലുള്ളത്. ഇവരെ നമ്മൾ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്നൊരു കാര്യമാണ്. നമുക്ക് മുന്നിൽ അവരുടെ ഈ ആവലാതികൾ, അവരുടെ ആശങ്കകൾ, അവരുടെ സങ്കടം പറയുമ്പോൾ മറുവാക്ക് പറയാൻ എന്തൊരു വാക്ക്, എങ്ങനെ ഈ സങ്കടപ്പെടാതിരിക്കുക അല്ലെങ്കിൽ സങ്കടപ്പെടാതിരിക്കൂ, എല്ലാം ശരി, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പോലും പറ്റില്ല. കാരണം ഒരു ചെറിയൊരു പ്രതീക്ഷ പോലും നമുക്ക് ആർക്കും ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊരു നിസ്സഹായത കൂടി നമുക്കുണ്ട് ഇവരെ ഈ ഓരോ മുഖങ്ങളും കാണുമ്പോൾ. മാത്രമല്ല, ഇനി അവർ താമസിച്ചിരുന്ന പ്രദേശത്ത് അവർക്ക് എങ്ങനെ പോകാൻ കഴിയും? ഈ തങ്ങളുടെ പ്രിയപ്പെട്ടവർ പുതഞ്ഞുപോയ ആ മണ്ണിലേക്ക് ഇനി എങ്ങനെ അവർക്ക് ഒരു ചിരിച്ച മുഖത്തോടെ, അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും അവർക്ക് ആ ഭാഗത്തേക്ക് പോകാനെങ്കിലും കഴിയും? ഇങ്ങനെ ഒരു 100,000 ചിന്തകൾ വരികയാണ് എനിക്ക്. സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഇന്നലെ ഈ അപകടം ഉണ്ടായതിനു ശേഷം സമൂഹ മാധ്യമങ്ങളിലടക്കം നിരവധി വീഡിയോകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ അപകടം ഉണ്ടായിട്ടുള്ള ഈ ചൂരൽമല, അതുപോലെ മുണ്ടക്കൈ പ്രദേശത്തിൻ്റെ പ്രകൃതി ഭംഗിയെ കാണിച്ചുകൊണ്ട് മുൻപെടുത്തിട്ടുള്ള, ഈ അപകടം നടക്കുന്നതിന് മുൻപ് പല ആളുകൾ എടുത്തിട്ടുള്ള ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത്, സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ സുന്ദരിയായിട്ടുള്ള ഒരു ഭൂമികയായിരുന്നു അത്. വിനോദസഞ്ചാരത്തിനായി നിരവധി ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന ഒരു പ്രദേശമായിരുന്നു അത്.
അത്രത്തോളം സുന്ദരമായ ഒരു പ്രദേശം, അവിടെ അത്രത്തോളം സ്നേഹത്തോടെ സഹവർത്തിത്വത്തോടെ കഴിയുന്ന കുറേ മനുഷ്യരുണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു അത്. ആ ഭൂമികയാണ് ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ചോരമണമുള്ള അല്ലെങ്കിൽ വിയർപ്പിൻ്റെ കണ്ണീരിൻ്റെ മണമുള്ള ഒരു പ്രകൃതിയായി മാത്രം മാറുന്നത്. നമുക്കിപ്പോൾ അറിയാം, ഇന്നലെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ, ഇന്ന് അവിടെ രക്ഷാപ്രവർത്തനത്തിനായി എത്തുന്ന ആളുകൾ, നമ്മളുടെ സഹപ്രവർത്തകരെല്ലാം അവിടെ ചെല്ലുമ്പോൾ ഒരു കാലെടുത്ത് വെക്കുമ്പോൾ ആ കാലിൻ്റെ അത്രയും അരയോളം താഴ്ചയിൽ ചെളി പുതഞ്ഞു കിടക്കുന്ന പ്രദേശമായി മാറുന്നു. അവിടെ നിരവധിയായിട്ടുള്ള വീടുകളുണ്ടായിരുന്നു. ഓരോ പ്രദേശങ്ങളിലും നൂറുകണക്കിന് വീടുകളുണ്ടായിരുന്നു. ഈ വീടുകളെല്ലാം തറകൾ മാത്രമായ ഇപ്പോൾ അവശേഷിക്കുന്ന ഒരു സാഹചര്യം അവിടെ നമ്മൾ നേരിൽ കണ്ടു. നിരവധിയായിട്ടുള്ള വാഹനങ്ങൾ, വീടുകൾ, അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ അവർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളെല്ലാം തന്നെ റോട്ടിൽ കിടക്കുന്ന അവസ്ഥ നമ്മൾ അവിടെ പുതഞ്ഞ് ചെളിയിൽ പുതഞ്ഞ് കിടക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആളുകൾക്ക് യാതൊരു ഒരു ഐഡിയയും ഇല്ലാത്തൊരു അവസ്ഥയാണ് നിലവിൽ ഇപ്പോൾ അവിടെയുള്ളത്. അവർക്ക് എങ്ങനെ ഇനിയുള്ള മുൻപോട്ടുള്ള ജീവിതം എന്ത് എന്നതിനെ പറ്റിയാണ് അവർ ചിന്തിക്കുന്നത്. ഇനി തങ്ങൾ എന്ത് ചെയ്യണം എന്നതിനെ പറ്റിയാണ് അവർ ചിന്തിക്കുന്നത്. കാരണം നമുക്കറിയാം, നമ്മൾ ജനിച്ചു വളർന്ന ഒരു നാട്, ആ നാട് ഒറ്റയടിക്ക് ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്, അവിടെ ഇനി അവർക്ക് ഇനി എന്താണ് ചെയ്യാനുള്ളത്? ഇനി തങ്ങൾക്ക് ആ ഭൂമികയിൽ അവർ ജീവിച്ചു വന്ന ആ ഭൂമികയിൽ ഇനി അവർക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാവുകയാണ്. കാരണം അവർക്ക് പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അത്രത്തോളം ഈ അപകടത്തിൻ്റെ ആഴം ഇതുവരെയും, എത്രത്തോളമാണ് ഈ അപകടത്തിൻ്റെ ആഴം അല്ലെങ്കിൽ വ്യാപ്തി എന്നത് ഇതുവരെയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സത്യം. കാരണം നമ്മൾ ഈ മരണക്കണക്കുകൾ പറയുമ്പോഴും അത് 200-ഉം 240-ഉമായി നിൽക്കുമ്പോഴും ഈ കാണാതായ ആളുകളുടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടവരുടെ എണ്ണവും ഏകദേശം 200-നടുത്ത് വന്ന് നിൽക്കുമ്പോഴും ശരിക്കും ഈ ഒരു അപകടത്തിൽ എത്ര ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, എത്ര ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നതിനെപ്പറ്റി ഒരു കണക്കെടുപ്പ് ഇതുവരെയും സാധ്യമായിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ അധികൃതരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾ പൂർണ്ണമായും നശിച്ച സാഹചര്യങ്ങളുണ്ട്, വീടുകൾ പൂർണ്ണമായും നശിച്ച സാഹചര്യങ്ങളുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രമായതിനാൽ നിരവധിയായിട്ടുള്ള റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ അടക്കമുണ്ടായിരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്ര പേർ എവിടെയെല്ലാം ഉണ്ട് എന്നതിനെപ്പറ്റി ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ആ രീതിയിലുള്ള തിരച്ചിൽ ഇനിയും നടക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്കറിയാം, ഈ തിരച്ചിൽ നടന്നതെല്ലാം ആദ്യഘട്ടത്തിൽ നമ്മൾ പലരോടും സംസാരിക്കുമ്പോൾ നമുക്കറിയാം, നടത്തിയ തിരച്ചിലിൽ സാധ്യമായ ജീവനുകളെല്ലാം രക്ഷിച്ചിട്ടുണ്ട്. ഇനി നടക്കുന്ന തിരച്ചിൽ മൃതദേഹങ്ങൾ കണ്ടെത്താനാണ് എന്ന് പലരും സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്, അതിനെ നമുക്ക് ഉൾക്കൊണ്ടേണ്ടിയിരിക്കുന്നു. നമുക്ക് അറിയാം, ഇവിടെ ഈ അപകടം നടന്ന ഇവിടെ നിന്നും കിലോമീറ്ററുകൾ അപ്പുറം മലപ്പുറത്ത് നിന്നും 70-ലധികം മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന് പറയുമ്പോൾ അത്രത്തോളം വലിയ ഒരു അപകടം, അത്രത്തോളം വ്യാപ്തിയുള്ള ഒരു അപകടം നടന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം. അതിൻ്റെ ആ ഒരു വ്യാപ്തിയോളം നമ്മൾ അതിനെ അംഗീകരിക്കണം, അല്ലെങ്കിൽ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇനിയും ഈ മരണക്കണക്ക് ഇവിടെ നിൽക്കുമോ എന്നൊരു ഭയം, ആശങ്ക ഈ ജനങ്ങൾക്കുണ്ട്. അതുതന്നെയാണ് ഇവിടെ ഈ ക്യാമ്പുകളിലുള്ള ഓരോ മനുഷ്യരുടെ മുഖത്തും നമ്മൾ അതേ ഭയവും അതേ ഭീതിയും തന്നെയാണ് നമ്മൾ കാണുന്നത്. നിലവിലിപ്പോൾ നമുക്കിവിടെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ക്യാമ്പിൽ നിരവധിയായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ആളുകളുടെ എണ്ണം വർദ്ധിച്ചതുകൊണ്ട് താൽക്കാലികമായി തയ്യാറാക്കിയ ക്യാമ്പുകളുണ്ട്. മറ്റു പലയിടങ്ങളിലും മുട്ടിലടക്കമുള്ള പ്രദേശങ്ങളിൽ അവിടുത്തെ സ്കൂളുകളിലും പള്ളികളിലുമൊക്കെയായി ക്യാമ്പുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ആളുകളെ മാറ്റുന്നതിനായിട്ടാണ് ഇത്തരത്തിൽ ഈ ബസ്സുകൾ നമുക്കിവിടെ കാണാം. അപ്പോൾ നിരവധിയായിട്ടുള്ള ടൂറിസ്റ്റ് ബസ്സുകൾ, അതുപോലെ തന്നെ ലൈൻ ബസ്സുകൾ അടക്കം ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആളുകളെ കൊണ്ടുപോകുന്നതിനായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ ബസ്സുകൾ എത്തിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ നിൽക്കുന്ന ഇവിടെയൊക്കെ തന്നെ നിരവധി ആളുകൾ ഇത്തരത്തിൽ ക്ലീനിങ് അടക്കമുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് കാണാം. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരത്തിലൊരു വലിയ ദുരന്തമുണ്ടായി കഴിഞ്ഞപ്പോൾ അതിൽ പതറാതെ തങ്ങളാലാകുന്ന രൂപത്തിലെല്ലാം ഈ മനുഷ്യർക്ക് സഹായം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ക്ലീൻ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ, ഡ്രൈവേഴ്സ് ആണെങ്കിൽ അങ്ങനെ, ഭക്ഷണം വെക്കുന്നവരാണെങ്കിൽ അങ്ങനെ, ഇനി ഭക്ഷണം കൊണ്ടു കൊടുക്കാനുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ആ രീതിയിലെല്ലാം ഈ ദുരന്ത ഭൂമിയിൽ പകച്ചു നിൽക്കാതെ സഹായം ചെയ്യാൻ അല്ലെങ്കിൽ കൈത്താങ്ങാകാൻ കഴിയുന്ന രീതിയിലെല്ലാം അങ്ങനെ തന്നെയാണ് ബെൻസൺ. ഹൃദയം നുറക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നുള്ളത്. ബെൻസൺ പറഞ്ഞതുപോലെ ഒരു കാര്യമുണ്ട്, അവർക്ക് ഇപ്പോഴും ഈ ദുരന്തത്തിൻ്റെ ആഴം പലർക്കും വ്യക്തമായിട്ടുണ്ടാവില്ല. ഇനി ഈ സ്ഥലത്തേക്കൊക്കെ പോകുമ്പോഴായിരിക്കും ആ ദുരന്തത്തിൻ്റെ വ്യാപ്തിയും ആഴവും അവർക്ക് കുറച്ചുകൂടി ബോധ്യപ്പെടുക. ബെൻസണിലേക്ക് ഞാൻ മടങ്ങി വരാം.